രൂപയാണ് പറ്റിച്ചത് ഫണ്ട്. അതിന് മുന്നേ പറ്റിച്ചിട്ടുണ്ട്. 8500 രൂപ നമ്മളോട് പലപ്പോഴായിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മളെ ചീത്ത അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡൽഹി വെച്ചാൽ എന്റെ പൈസ അന്വേഷിച്ചിട്ട് നമ്മളെ ചീത്ത വിളിച്ചപ്പം ഇങ്ങനെ ഒന്നും ഓരോ എണ്ണത്തിനെയും കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ വീട്ടില് ഒരാളിനെയും കേൾക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഇവന്മാര് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാക്കുന്നത്. ഇതെല്ലാം ഫേക്ക് ആയിട്ടുള്ള അസുഖങ്ങളാണ്, മനസ്സിലായില്ലേ? ഇവന്മാര് നമ്മളുടെ മുഖത്തോട്ട് ലേസർ അടിക്കുക, നമ്മുടെ മുടി കൊഴിക്കുക. ഇപ്പൊ ഇഷ്ടം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം നമ്മുടെ എറണാകുളത്തോട്ട് നോക്കിയാൽ മുക്കിന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെയൊക്കെ എന്താണ് പണ്ടും ഇതുപോലെ തന്നെയല്ലേ? അതുപോലെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓയിൽ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒന്നും ആവശ്യമില്ല. ഓരോ സാധനങ്ങളും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമില്ല. മനസ്സിലായില്ലേ? അത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. കുട്ടി ജനിക്കുമ്പോ കുട്ടിയുടെ തലയിൽ മുടി ഉണ്ടാകുന്ന നമ്മൾ എണ്ണ വരട്ടി നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ തലയിൽ എണ്ണ വരട്ടി പിടിപ്പിച്ചിട്ടുണ്ടോന്നും അല്ല മുടി ഉണ്ടായത്. മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങൾക്കറിയാം, പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോ നമുക്ക് ഹെയർ ഗ്രോത്ത് പലയിടത്തും ഉണ്ടാവും. അതൊക്കെ എണ്ണ തേച്ച് വളർത്തുന്നതാണ്, അതൊന്നും അല്ല. അപ്പൊ ഈ മുടി കിളിക്കുന്നൊന്നും എണ്ണ തേച്ചിട്ടും ഇന്ന എണ്ണ തേച്ചിട്ടും ഒന്നുമല്ല. മുടിയൊക്കെ കിളിക്കുന്നത് നാച്ചുറൽ ആണ്. ഇതൊക്കെ ഈ എണ്ണ വിൽക്കാന് അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് ഇതെല്ലാം ഇതാക്കി കാശ് ഇതാക്കാനായിട്ടാണ് ഇത് ഈ എണ്ണയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഭയങ്കര കള്ളത്തരങ്ങൾ ഇതാക്കുന്നത്. നമ്മുടെ സ്കിന്നൊക്കെ ഈ ജനിക്കുമ്പോൾ മുതലുള്ള സ്കിൻ അല്ല, ഇത് റിജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സ്കിൻ ഡെഡ് ആയിട്ട് മാറി മാറി പുതിയ നല്ല സ്കിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരിക്കലും ആ ഒരു പഴയ സ്കിന്നൊന്നും അല്ല നമ്മുടെ ദേഹത്തുള്ള, നമ്മൾ ജനിക്കുമ്പോഴുള്ള സ്കിന്നൊന്നും അല്ല. അത് ഷെഡായിക്കൊണ്ടിരിക്കുകയാണ്. ഷെഡാവും ഇത്ര 28 അങ്ങനെ എന്തോ ഒരു ഡേയ്സ് ആണ് എന്തായാലും. അത് ഷെഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പം ഈ എന്താ പറയുന്നത് ഇങ്ങനെ അതുപോലെ റിങ്കിൾസ് ഒക്കെ, നമ്മുടെ റിങ്കിൾസ് ഒക്കെ വരണമെങ്കിൽ ഇത് നമ്മുടെ ഫാറ്റ് പോകുമ്പോഴാണ് റിങ്കിൾസ് വരുന്നത്. നമ്മുടെ മുഖത്തും ഒക്കെ ടാഗ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ മുഖത്തിന്റെ ഫാറ്റ് കുറയും. അതാണ് ഇവന്മാരി നമ്മുടെ ഫേസിലോട്ട് ഈ ലേസർ അടിക്കുന്നത്, ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇവിടുത്തെ ഫാറ്റ്, ഈ ഭാഗങ്ങളിലേക്ക് ഫാറ്റ് കുറയ്ക്കുക, എന്നിട്ട് ഇവിടുത്തെ ഫാറ്റ് ഒക്കെ കുറയ്ക്കുമ്പം ഈ ഫേസ് ടാഗ് ചെയ്യും. അല്ലാതെ ഫേസ് ഒന്നും ടാഗ് ചെയ്തിട്ടില്ല. എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. എത്രയോ മനുഷ്യരെ വയസ്സായി കഴിയുമ്പോഴും നല്ല പെർഫെക്റ്റ് ഫേസിൽ, എന്റേതും അങ്ങനെ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവന്മാർ ഇങ്ങനെ അടിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ഫോട്ടോസ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് എടുത്ത് 2025-ലും 2024-ലും 2026-ലും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവന്മാര് ഇത് അടിക്കാത്തപ്പോഴുള്ള നമ്മുടെ ഫേസിന്റെ ഷേപ്പ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇവന്മാർ ഇത് അടിക്കുമ്പോഴാണ് നമ്മുടെ ഫേസ് ടാഗ് ചെയ്യുന്നത്. ഇതെല്ലാം പ്രൂവ് ചെയ്യാൻ നമ്മുടെ കാര്യങ്ങളുണ്ട്, ഫുൾ കാര്യങ്ങൾ. അതുപോലെ നമ്മളെ ഒത്തിരി ദ്രോഹിക്കുമായിരുന്നു. നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇത് വേറെ എവിടെയൊക്കെയാണെന്ന് പറയുക. ഇതിപ്പോ നമ്മുടെ ഓൺ ഹൗസ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇത് നമ്മുടെ സ്വന്തമാണ്. മറ്റേ ഡൽഹിയിലൊക്കെ നിൽക്കുക നമ്മൾ വാടക വീട്ടിലാണ് നിൽക്കുന്നത്. അന്നേരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാര് നമുക്ക് ഓൺലൈൻ വഴി പേ ചെയ്യാൻ പറ്റുന്ന ഒരു ശുഭ്രാം കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു ഇടം ഉണ്ടായിരുന്നു. മറ്റേടത്ത് മുക്കുമായിരുന്നു കൊടുക്കുന്നത്, എന്റെ പാർട്ട്ണർ മുക്കുമായിരുന്നു. അപ്പൊ അന്നേരം നമുക്കൊന്നും മനസ്സിലായില്ല. ആദ്യം മുക്കും കൊടുക്കുക. അപ്പൊ ഞാനല്ല മുക്കിന്റെ കൂടെ താമസിക്കുന്നത്. പക്ഷെ എന്റെ കയ്യിൽ ഓൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ ആരുടെ കൂടെയാണ് ജീവിച്ചതെന്നും ഞാൻ ആരുടെ കൂടെയാണ് നിന്നതെന്നും എന്നൊക്കെ എല്ലാത്തിനും തെളിവ് എന്റെ കയ്യിൽ യൂട്യൂബും ഫേസ്ബുക്കിലും 2 ഫേസ്ബുക്ക് കണക്റ്റഡ് ആണ്. എല്ലാം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫേസ്ബുക്ക് അറിയാലോ, നമ്മൾ പഴയ ഫേസ്ബുക്ക് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ എല്ലാം ആർക്ക് നമ്മുടെ സൈബർ സെല്ല് അല്ലെങ്കിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോടതിയിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് ഇതാക്കാൻ പറ്റും. നമ്മളെ പല രീതിയിൽ പൈസ പറ്റിച്ചത്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് ഒരു വണ്ണം, നാളെ ഒരു വണ്ണം, ഇതെല്ലാം പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ കഴിക്കുന്നേ ഇല്ല, ഫുഡ് കഴിക്കുന്നേ ഇല്ല. പക്ഷെ സ്റ്റിൽ നമ്മളെ എങ്ങനെയാണ് വീർപ്പിക്കുന്നത്. അതിപ്പം ഈ നമ്മുടെ ബാക്കിലോട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ബട്ടക്സിലെ എന്താണ് കൊഴുപ്പ് കളയുക, നമ്മുടെ ബട്ടക്സിന്റെ ഷേപ്പ് മാറ്റുക, നമ്മുടെ ബ്രസ്റ്റിന്റെ ഷേപ്പ് മാറ്റുക. പിന്നെ ഇതെല്ലാം തുറന്നു പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മാത്രമല്ലേ ഈ ഇതെന്ന് പറയുന്നത്, പലരെ ഇവർ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ മാത്രമായിട്ട് ഇങ്ങനെ ഒത്തിരി പേരെ ടാർഗറ്റ് ചെയ്യും. നമ്മുടെ ബോഡിയുടെ ഷേപ്പ് മാറ്റുക, നമ്മുടെ ബട്ടക്സിന്റെ ഷേപ്പ് മാറ്റുക, നമ്മുടെ ബോഡിയുടെ ഷേപ്പ് മാറ്റുക, നമ്മുടെ ഫേസിന്റെ ഷേപ്പ് മാറ്റുക, നമ്മുടെ നമ്മുടെ അങ്ങനെ പല ഈ ഫാറ്റ് ഇങ്ങനെ ബേൺ ചെയ്തിട്ടാണ് ഇവന്മാർ കൂടുതൽ ചെയ്യുന്നത്. അതുപോലെ കൈക്കോസും സോളിയാസിസും ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ എന്റെ അമ്മയെ നോക്കിയാൽ അറിയാം, നമ്മുടെ ഒരു സൈഡ് ഇങ്ങനെ ഇതാക്കി ഇവര് ഹിറ്റ് ചെയ്യിപ്പിക്കും. നമ്മളുടെ ഇത് വെച്ച്
ഈ ഇൻഫ്രാസോണിക് സൗണ്ട് വെച്ച് നമ്മുടെ ദേഹത്ത് ഇങ്ങനെ അടുപ്പിച്ചിട്ട് നമ്മുടെ ബോഡിയുടെ ഷേപ്പ് മാറ്റുക, നമ്മുടെ എല്ലിന് സ്ട്രക്ചറൽ ഡിഫറൻസ് വരും. സ്ട്രക്ചറൽ ഡിഫറൻസ് അപ്പൊ ഇവര് ടാർഗറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ടായിരിക്കും. അന്നേരം ആ സ്ട്രക്ചറൽ ഡിഫറൻസ് വരുത്തുക. പിന്നെ നമ്മുടെ കാലയിലോട്ടൊക്കെ ഇതാക്കുക. അതുപോലെ നമ്മുടെ മുട്ട് ഇങ്ങനെ പ്രോമിനന്റ് ആയിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടിന്റെ മേൽഭാഗം, മുട്ടിന്റെ നീടെ മേൽഭാഗം എന്ന് വെച്ചാൽ നീടെ തൊട്ട് ഈ ഭാഗത്തെ ഇത് ഫാറ്റ് ബേൺ ചെയ്യുക. അന്നേരം നീ ഇങ്ങനെ തള്ളിയിരിക്കുന്ന പോലെ, ഈ ഇന്നർ പാർട്ട് ഇങ്ങനെ തള്ളിയിരിക്കുന്ന പോലെ തോന്നുക. ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുക. അപ്പം ഈ ഫിഗേർഡ് ആയിട്ട് വരുന്നില്ല. അപ്പം നമ്മുടെ ചിലരിക്കോ മുട്ടി ഇതൊന്നും അല്ല. അപ്പൊ അവിടെ ഇങ്ങനെ കറുത്ത പാട് കാണുന്നു. അതുകൊണ്ട് തന്നെ മറ്റേ ലേസർ ആയി നമുക്ക് കിടക്കുന്നതിനൊക്കെ നല്ല നീറ്റിലായിരിക്കും നമ്മുടെ ഇത് അഴിക്കുന്നുണ്ട്, ലേസർ അഴിക്കുന്നുണ്ട്. ഭയങ്കര നീറ്റിലായിരിക്കും. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു കുഴപ്പവും നമുക്കില്ല. ഇപ്പൊ നമ്മുടെ ഈ ബാക്കിൽ ഭാഗത്തോട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടക്സിന്റെ ഷേപ്പ് മാറ്റണം. അങ്ങനെ പല പല രോഗങ്ങളാണ്. ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ക്രിമികടിയാണ് നമ്മുടെ കാണുമ്പോൾ ഭയങ്കര ക്രിമികടി. നമ്മുടെ മുടി കാണുമ്പോൾ ക്രിമികടി, നമ്മുടെ ബോഡി ഷേപ്പ് കാണുമ്പോൾ ക്രിമികടി, അങ്ങനെ പല പല ഇത് കാണുമ്പോൾ നമ്മുടെ ഭയങ്കര ക്രിമികടിയാണ്. അപ്പൊ ഇതൊക്കെ അതുപോലെ നമ്മുടെ ബർത്ത് ചാർട്ട് നോക്കിയാൽ അറിയാം ഒരു മനുഷ്യന്റെ ബോഡി എങ്ങനെയാണ്. അതൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. ബോഡി എങ്ങനെയാണ്, ഒരാൾ എത്രമാത്രം അട്രാക്റ്റീവ് ആണ്, ഒരാൾ എങ്ങനെയായിരിക്കും, ഒരാളുടെ കണ്ണെങ്ങനെയാണ്, ഇതിനെല്ലാം നല്ല ഒന്നാമത്തെ പ്രൂഫ് നമ്മുടെ ഇതിനകത്തുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ ആ ജനിക്കുന്ന സമയത്ത് അത് എങ്ങനെയാണോ സ്റ്റാർസ് നിൽക്കുന്നത്, പ്ലാനറ്റ്സ് നിൽക്കുന്നത് എന്നനുസരിച്ചുള്ള ഇതനുസരിച്ച് ഒരു മനുഷ്യൻ അസെൻഡന്റ് നമ്മുടെ ലഗ്നാരോട് എവിടെയാണ് നമ്മുടെ അസെൻഡന്റ് എവിടെയാണ്, നമ്മള് മലയാളത്തിൽ എങ്ങനെയാ പറയുന്നത് അറിയുന്നത്, നമ്മുടെ ഇപ്പം നമ്മള് ഏരിസ് അസെൻഡന്റ് അങ്ങനെയൊക്കെ ജനിക്കുമല്ലോ. ഞാൻ ലിബ്ര അസെൻഡന്റ് ആണ്, സെവൻ ലിബ്ര അസെൻഡന്റ് ആണ്. അപ്പൊ ലിബ്രയിൽ രാഹു വിളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ കണ്ണുകളൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും എന്നാണ്. അത് സത്യമാണ്. നമ്മുടെ കണ്ണ് നോക്കിയാൽ അറിയാം. പക്ഷെ ഇവര് നമ്മുടെ കണ്ണിന്റെ ഷേപ്പ് കളയുക, നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് കളയുക, അങ്ങനെയുള്ളവർ നല്ല വളരെ അട്രാക്റ്റീവ് ആയിരിക്കും എന്നാണ്. ബോഡി ഷേപ്പ്, ഹെൽത്ത് വൈസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ ഇത് നിന്നാലും നമ്മുടെ ഹൗസ് വെച്ചും ഇനി നമ്മുടെ ഈ ലിബ്ര ലോഡിലാണെങ്കിലും നമ്മുടെ ഇത് നിൽക്കുന്ന അനുസരിച്ച് പല കാര്യങ്ങളുണ്ട്. അതിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുണ്ടിയാണ് എൻ്റെത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണ് 11-ലാണ്. ഇപ്പൊ സണ്ണ് എന്ന് പറയുന്നത് വളരെ ഗുഡ് ലീഡർ ആവാനുള്ള പോസിബിലിറ്റീസ്, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, മറ്റുള്ളവർ പഠിക്കാൻ ഗ്രേറ്റ് നോളജ് അക്വയർ ചെയ്യാനുള്ള കഴിവുണ്ട്. അതൊക്കെ നമ്മൾ എടുത്ത് നോക്കി അറിയാം. ഗൂഗിളിനകത്ത് തന്നെ ചെയ്താൽ അവർ പറഞ്ഞുതരും. നമ്മളുടെ അത് നോക്കാൻ അറിയണമെന്നേ ഉള്ളൂ. ഇപ്പം ഒരാളിനാണ് കൂടുതൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞത് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലായി എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇതൊക്കെയാണ് എങ്ങനെയാണ്. അപ്പൊ നമുക്ക് എനിക്ക് തന്നെ എന്നെ കുറിച്ച് അറിയാം നല്ലപോലെ. കളിക്കാണി വർത്താനം പറഞ്ഞ് പോകുന്നതിനെക്കാട്ടി നമ്മൾ നമ്മുടെ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്റെ വർഷങ്ങളായിട്ടുള്ള എന്താ യൂട്യൂബിനകത്ത് ഈ വീഡിയോസ് ഉണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്തെടുക്കുകയാണ്, നമ്മൾ എന്താണ് കേൾക്കുന്നത് എന്നൊക്കെയുള്ള എനിക്ക് തെളിവുണ്ട്. അല്ലാതെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കണ്ടവരെയൊക്കെ ട്രാപ്പിലാക്കാൻ അഭിനയിക്കും ഒന്നും നടക്കുന്നതിന്റെ ഒരു തെളിവ് നിങ്ങൾക്ക് കിട്ടത്തില്ല. മനസ്സിലായില്ലേ? നമ്മൾ എന്താണ് കുടിക്കുന്നത്, എന്താണ് കഴിക്കുന്നതിന് വരെ തെളിവ് സഹിതമുണ്ട്. ഇവന്മാരുണ്ടാക്കുന്ന ഓരോ കഥകളും നിലനിൽക്കത്തില്ല, കള്ളക്കഥകൾ. മനസ്സിലായില്ലേ? ഓരോ കഥകളും നമ്മുടെ ബോഡി ഷേപ്പ്, നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ രാവിലെ വൈകിട്ട് വരുന്ന ബോഡി ഷേപ്പിൽ ഡിഫറൻസ്, ഇതൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ഇതുപോലെ കൈപ്പോസും സ്കോളിയോസിസും എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കണമെന്നൊക്കെ ഉള്ള ഇതിലാണ് ഇവന്മാരൊക്കെ നടക്കുന്നത്. നമ്മുടെ പുറത്തോട്ടൊക്കെ ഈ ഇത് വെച്ച് അടിക്കുക, പല രീതിയിലാണ്. മനസ്സിലായില്ല? പിന്നെ പല കാര്യങ്ങളും ഇവന്മാർ ചെയ്യുന്നുണ്ട്. പുറത്തിന്റെ ആ പെർഫെക്റ്റ് ഷേപ്പ് ഒക്കെ നമ്മുടെ 2024-ലും 25-ലും 26-ലും ഒക്കെ ഉള്ളതുണ്ട്. എന്നാൽ നമ്മളിങ്ങനെ അടിച്ച് നമ്മുടെ കൈപ്പോസിസും സ്കോളിയോസിസും ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ ഫേസിന്റെ ഷേപ്പ്, നമ്മുടെ ഇവിടെ ഒന്നും ഒട്ടും ഇല്ല, നമ്മുടെ പോയിന്റഡ് ചിഹ്നാണ് ഇതൊക്കെ. അതെല്ലാം മാറ്റുന്ന ഇവരെ പോയിന്റഡ് ചിഹ്നം മാറ്റുന്നതിനൊക്കെയാണ് ഇവന്മാർ ഇവിടെ ഇങ്ങനെ അടിക്കും. അപ്പൊ ഇത് നമ്മുടെ സാഗ് ചെയ്യും. സാഗ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ അപ്പം ഇവനൊക്കെയാണ് നമ്മുടെ ഫേസ് ഷേപ്പ് ഒക്കെ മാറ്റാൻ. ഇവനൊക്കെ എന്ത് അധികാരമാണുള്ളത്? ഹൂ ആർ ദീസ് ക്രിമിനൽസ് ആക്ച്വലി? സോ അതിന്റെ എവറിത്തിങ് നമ്മുടെ അതുപോലെ പുരികത്തിന്റെ ഇത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നേ ഇല്ല. ഒരു ഹെയർ പോലും ഇവിടെ എക്സ്ട്രാ നിൽക്കുന്നില്ല. ഇവിടെ പാടാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ അടിക്കുന്നതിന് ഇവന്മാരാണ് നമ്മളെ പുരികം എടുക്കാൻ, നമ്മുടെ കൺവീലിയൊക്കെ പൊഴിക്കാനും ഒക്കെ. ഇവന്മാരാരാണ്? നമ്മളൊരു 25-ലും 26-ലും 24-ലും ഒക്കെ ഉള്ള നമ്മുടെ കൺവീലിയുടെയും നമ്മുടെ മുഖത്തിന്റെ ഷേപ്പും ഇത്ര വയസ്സ് ഉള്ളതിന് നമുക്ക് നല്ല ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ കായംകുളം സെന്റ് മേരീസിലാണ് പഠിച്ചത്. 93
ബാച്ചാണ് 93 ബാച്ച്